ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കാം. ഒരു പലഹാരമായിട്ട് ചായക്കടിയായിട്ട് ഉപയോഗിക്കാം, നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നിട്ട് പറയാം. ആദ്യം നമുക്ക് മുളക് എടുത്തിട്ട് ഇതുപോലെ നടുവേ മുറിക്കുക. നല്ല ഇതുണ്ടെങ്കിൽ 4ആയിട്ട് മുറിക്കുക, അത് വേണമെങ്കിൽ 2ആയിട്ട്. ഞാനിപ്പോൾ 2ആയിട്ടാണ് കട്ട് ചെയ്തത്. പച്ചമുളകിനെ ഇതുപോലെ കട്ട് ചെയ്യാം. നമുക്ക് എല്ലാ മുളകിനെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ എല്ലാ പച്ചമുളകിനെ നമുക്ക് കട്ട് ചെയ്യാം. 2 എണ്ണം ഉണ്ട്, അത് കട്ട് ചെയ്താണ്ട് എല്ലാ പച്ചമുളകിനെ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അത് എങ്ങനെയെന്ന് കാണിക്കാൻ ഞാൻ. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കടലപ്പൊടി എടുക്കുക. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർക്കുക. മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമുള്ളത്ര ചേർക്കുക. കുറച്ച് മൈദപ്പൊടി കൂടി ചേർക്കുക. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതിന് വേണ്ടിയുള്ള വെള്ളം ഒഴിക്കുക. കലക്കി കലക്കി നോക്കിയിട്ടാണ് ഒഴിക്കേണ്ടത്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ലൂസാവണം. ഇത് പോരാ, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ട്. ഇനി മിക്സ് ആക്കിയിട്ടാകുമ്പോൾ ഇതുപോലെയായി. ഇതുപോലെ ഇത്ര ലൂസ് മതി. അതിനുശേഷം ഒരു ചട്ടി ചൂടാവാൻ വെക്കുക. അതിലേക്ക് തേങ്ങെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. അത് നല്ലപോലെ ചൂടാവട്ട്. നമുക്ക് ഈ മുറിച്ച് വെച്ച പച്ചമുളകിന് പൊരിക്കാനുള്ള എണ്ണയാണിത്. എണ്ണ സാധാരണ ചൂടായി. ക്യാമറ എല്ലാം നേരെ വെച്ചതാണ്, അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കുക ഇതുപോലെ. അതിനുശേഷം ഓരോരു പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ മുക്കിയിട്ട് എണ്ണയിലേക്ക് വിടാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, വേഗം വേഗം ഇടാം. ഇതുപോലെ ഓരോരോ എണ്ണയായിട്ട് ഇങ്ങനെ ഇതുപോലെ വിടാം. എണ്ണയിൽ പിടിക്കുന്നത്ര സ്ഥലത്ത് നമ്മൾ ഇടാം. പച്ചമുളക് നല്ല മൊരിഞ്ഞിട്ട് കിട്ടിട്ട് ഇനി തിരിച്ചിട്ടിടാ. 2 സൈഡ് നല്ല പോലെ വേവണമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചിട്ടിടാ. നല്ല മൊരിഞ്ഞിട്ട് കിട്ടും. ഏകദേശമായി. ഇത് നമുക്ക് ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ തിരിച്ചിട്ടിടാം. അതിനുശേഷം ഇതിനെ മാറ്റാം. നമുക്ക് എടുക്കാം, കോരി മാറ്റാം.
വലിയ വലിയ മുളകായ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി മാറ്റാം, അത് വെന്തതാണ്. മുളക് ബജി റെഡിയായി. മുളകിന് എണ്ണയിൽ മാറ്റി ഇനി അതിലിടാം. ബാറ്ററിലേക്ക് മുക്കുക, എണ്ണയിലേക്ക് വിടാം. മുളക് എടുക്കുക, ബാറ്ററിലേക്ക് മുക്കുക, എണ്ണയിലേക്ക് വിടാം. എണ്ണ നല്ല പോലെ ചൂടായ കൊണ്ട് കുറച്ച് വേഗം ആവും. ഇത് 4 മണി പലഹാരമായിട്ടും ഉപയോഗിക്കാം, ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. മിക്സ് മറിച്ചിട്ടിടാം. ഏകദേശം റെഡിയായി. നല്ല മൊരിഞ്ഞിട്ട് കിട്ടി എടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറാവണം, അപ്പം മാറ്റിയെങ്കിൽ മതി. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവില്ല, അതിനാണ്. ഇനി കുറച്ചുണ്ട്, അതും ഇടാം. ബജിനെ പൊരിച്ചിട്ടെടുക്കാം, മുളകിനെ പൊരിച്ചിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ മുളകുകളെല്ലാം ഉണ്ടെങ്കിൽ അതും കൂടി ഇതുപോലെ ബജ്ജി പോലെ ആക്കിയിട്ട് എടുക്കാം, ചോറിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബജ്ജി ഉണ്ടാക്കി ട്രൈ ചെയ്യണേ എല്ലാവരും. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ. ഓക്കെ, ബായ്.